ഹായ്. ഇന്ന് ജന്മാഷ്ടമിയല്ലേ, അതായത് ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസം. നമുക്കപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ജയ്പൂരിലെ ഇസ്കോൺ ടെമ്പിൾ കാണിച്ചു തരാൻ പോവാം. ആദ്യം നമ്മൾ കയറുമ്പോൾ ഇതാണ്, പുറത്ത് നിന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പടിക്കെട്ട് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ഇവിടെ ഒരു വിഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുള്ള ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ, അതായത് ജഗന്നാഥ സ്വാമി എന്ന് പറഞ്ഞിട്ടാണ് അവർ വെച്ചേക്കുന്നത്. അതിൻ്റെ ബിംബങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ മാറി ഇറങ്ങണം. മാറി ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ പടിക്കെട്ട് കയറണം. പടിക്കെട്ട് കയറുമ്പോൾ മെയിൻ കോവിലിനകത്തോട്ടാണ് നമ്മൾ കയറുന്നത്, ക്ഷേത്രത്തിനകത്തോട്ടാണ് നമ്മൾ കയറി പോകുന്നത്. ഈ പടിക്കെട്ട് ഇങ്ങനെ പതിയെ എല്ലാം മാർബിളിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മാർബിളിൻ്റെ ഇതാണ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് ഇങ്ങനെ കയറുന്ന സമയത്ത് ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫുൾ അമ്പലത്തിൻ്റെ. എനിക്ക് ഞാൻ അവിടെ കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും വലുതായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. ബട്ട് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വലിയ ബ്ലോഗായിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഇതാക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു ഒരു 5-6 ഏക്കറിനകത്ത് തന്നെ ആയിരിക്കും അവരുടെ മൊത്തം ബിൽഡിങ്ങൊക്കെ ഇരിക്കുന്നത്. അകത്തേറ്റൊക്കെ ഉള്ള നല്ല ഇതാണ്, ഫുള്ള് നല്ല ഇവിടുത്തെ രാജസ്ഥാൻ മാർബിളിൻ്റെ എല്ലാം ചെയ്തിട്ടുള്ള കൊത്തുപണികളൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മെയിൻ വാതിൽ ഇങ്ങനെ തുറന്നകത്ത് കയറി കഴിഞ്ഞാൽ ഇതാണ്ടോ, ഇങ്ങനെ കയറുമ്പോഴത്തെ ഇതാണ് മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. മെയിൻ എൻട്രൻസ് അത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ്, ഈ പുള്ളിക്കാരനാണ് ഈ അമ്പലത്തിൻ്റെ ഇസ്കോണെല്ലാം ശ്രീകൃഷ്ണൻ്റെ ഇത് എഴുതിയിട്ടുള്ളതും. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ഇസ്കോണിൻ്റെ ഇതും വെച്ചിട്ടുള്ള ഒരാൾ ഇതാണ്, പുള്ളിയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് അവരുടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന അമ്പലത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് അകത്ത് നമ്മൾ കയറുമ്പോൾ കണ്ടോ, ക്രിസ്റ്റൽ ഗ്ലാസ്സൊക്കെയാണ്, കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ ഇതെല്ലാം വലിയ വലിയ കൊത്തുപണികളാണ് കേട്ടോ, വലിയ കൊത്തുപണികളും വലിയ ഇതൊക്കെയാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഓരോ കൃഷ്ണൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ എഴുതിച്ചത്. അതായത് കൃഷ്ണൻ ഹംസ ഇത് കാളിയമർദ്ദനത്തിൻ്റെ വരെ ഫോട്ടോ ആ വാളിൽ, പിന്നെ ആ എന്താ പറയുക, ഗ്ലാസ്സിനകത്ത് വരച്ച് ബ്ലൂ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ ഇതായിട്ട് വെച്ചേക്കുന്നത്. അപ്പം ഇതും ബാക്കിയിരിക്കുന്ന മാർബിളാണ്, തടിയൊന്നുമല്ല, ഫുള്ള് മാർബിളാണ്. മാർബിൾ അവർ കൊത്തി വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് ഭയങ്കര ഇതാണ്. കൃഷ്ണൻ ഇതാണ് കൃഷ്ണ രുക്മിണി ഒക്കെ ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മെയിൻ കൃഷ്ണൻ്റെ 2 രൂപം, അതായത് ഒന്ന് വേറെ രൂപം അല്ലാത്തൊരു രൂപം ഇട്ടിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഇതാണ് ഇസ്കോണിൽ പോയിട്ടുള്ളവർക്ക് അത് പറഞ്ഞാൽ അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഈ എന്താ പറയുക, ഈ കൃഷ്ണൻ ഇങ്ങനെ ഊഞ്ഞാലാട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഞാൻ കാണിക്കാതെ. എന്നിട്ട് ഇതാണ് മെയിൻ, ഞാൻ പറഞ്ഞില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കി അലങ്കരിച്ച് വെച്ചേക്കും. ഓരോ ദിവസം ഓരോ ഇതാണ്. ബാക്ക് സൈഡ് ഇരിക്കുന്ന പർദ്ദ, അതായത് കർട്ടനൊക്കെ മാറ്റി വേറെ ഓരോ ദിവസം ഓരോ കളറിലാണ് ഭഗവാന്റെ ഇത് കാണിക്കുന്നത്. ഓരോ ഡ്രസ്സ്, ഭഗവാന് കൊടുക്കുന്ന ഡ്രസ്സെല്ലാം ഓരോ വിവിധ തരത്തിലുള്ള പൂജകളാണ്. പിന്നെ ഇതൊക്കെ അവിടുത്തെ ചെറിയ ചെറിയ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ബിംബങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ സെൽഫി എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഫോട്ടോഗ്രാഫി അലോഡല്ല എന്നൊക്കെ വെച്ചിട്ട്. അതായത് സെൽഫി എടുക്കാൻ പറ്റില്ല, ഫോട്ടോ നമുക്കെടുക്കാം, സെൽഫി എടുക്കാൻ പറ്റില്ല. വീഡിയോ ഒക്കെ എടുക്കാം, കുഴപ്പമില്ല. സെൽഫി, അതായത് ഭഗവാനെ തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് സെൽഫി എടുക്കാൻ പറ്റില്ല, ബാക്കി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ഇതാണ് കൃഷ്ണനും രാധയിരിക്കും. നമ്മൾ ഓരോരുത്തർ നേർച്ചയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ആട്ടി ഇങ്ങനെ ഊഞ്ഞാലാട്ടുന്ന പോലെ ഇങ്ങനെ നമ്മൾ ആട്ടിയിരിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ ഇത്. എന്നാൽ ഭയങ്കര ഭംഗിയായിട്ടാണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, അത് നേരിട്ട് കാണണം. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്ന പോലെ എന്ത് രസമെന്നറിയാം വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ഇതിനകത്തും. ചില വിശേഷ ദിവസങ്ങളിൽ ഇവിടുത്തെ പൂജയ്ക്കിന് ലക്ഷങ്ങളാണ് പൂവാരി ഇതാക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഇതാണ്. പിന്നെ ഇന്നും ഇതുപോലെ കാണുമായിരിക്കും. ഞാനിതിപ്പോൾ നേരത്തെ മുമ്പെടുത്ത വീഡിയോ ആണ്, ഇന്നത്തെ വീഡിയോ അല്ല ഇത്. അപ്പോൾ ഞാനത് കാണിക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനത് ഇതാക്കിയതാണ്. അപ്പം ഇന്നത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതൊക്കെ ആയിരിക്കും. അവിടെ ഒരുപാട് പുഷ്പങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇതെന്ന് മെയിൻ എന്നാണ് പറയുന്നത്. പിന്നെ നല്ല എന്താ പറയുക, കാമാൻ, നമ്മളതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. കാരണം വെച്ചാൽ സൈലൻ്റാണ്, ഭയങ്കര മെൻ്റലി എല്ലാം നല്ല ഫ്രഷാണ്. നമ്മൾ എത്ര ടെൻഷനകത്ത് വന്നിട്ട് ഇതിനകത്ത് നിന്ന് കയറിയാൽ ഇങ്ങനെയൊക്കെ നല്ല ഇതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഗോപികമാരുടെ, അവിടെ തൊടാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ട്, ഗോപികമാരാണ് ഓരോരുത്തരും നല്ല ഭംഗിയിൽ എഴുതി വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞത് ഗ്ലാസ്സിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ്. ഇവിടെ ഇതാണ് ഗോപശ്രീകളാണ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വളരെ എന്ത് ക്ലിയർ സുന്ദരമായിട്ടാണെന്ന് അറിയാം അത് പണി ചോദിച്ചാൽ. അത്രയും നമുക്ക് തൊടാൻ പറ്റില്ല. ഗോപശ്രീകളൊക്കെ എടുത്തുണ്ട്. പിന്നെ ഇത് മധുരയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം എന്നാണ് പറയുന്നത്. പിന്നെ മധുര, പിന്നെ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്ത് നിന്ന്, അതായത് ശ്രീകൃഷ്ണൻ ഗോപികമാരോടുത്ത് കളിച്ച സ്ഥലത്ത് നിന്നൊരു പിന്നെ വൃക്ഷം, അതിൻ്റെ പകുതി പണ്ട് മുതലുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഒരു പകുതി ഇവിടെ ഇവർ കൊണ്ടുവച്ചിട്ടിട്ട്, അത് ഞാൻ കാണിക്കാം. ഇത് ഇസ്കോൺ ജയ്പൂർ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ അതിനകത്ത്. അതൊരു മാർബിളാണ്, മാർബിൾ കട്ട് ചെയ്തിട്ട് എഴുതിയേക്കുന്നതാണ്, അല്ലാതെ ഇതായിട്ട് എഴുതിയേക്കുന്നതല്ല. അപ്പുറത്ത് ആ ഫുള്ള് ഡിസൈൻ കട്ടിങ് ചെയ്ത് മാർബിൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് മെയിൻ എൻട്രൻസിൻ്റെ, അതായത് പ്രാർത്ഥന ഹോൾ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇതാക്കുന്നൊരു ഹോള്. അത് കഴിഞ്ഞ് നേരെ ബാക്കിൽ അതാണ്ട് ഇതിങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ കാണുന്ന മരമാണ് ഞാൻ പറഞ്ഞ വൃന്ദാവനത്തിൽ, അതായത് ശ്രീകൃഷ്ണൻ കൊണ്ട് കളിച്ച് നടന്ന മരത്തിൻ്റെ അവിടെ നിന്ന് എന്തുവാണ് ഇത് കൊണ്ട് വെച്ചേക്കുന്നതെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നവർ. അങ്ങനെ അതാണ്. പിന്നെ ഇത് മൊത്തം ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഫുള്ള് മാർബിളാണ്. അതിൻ്റെ വെറൈറ്റി ഓഫ് മാർബിൾ ഇതാണ് വെച്ചേക്കുന്നത്, അല്ലാതെ വേറെ ഇങ്ങനെ വെറുതെ കൊത്തുപണി അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നില്ല. ഫുൾ മാർബിൾ ഇവിടുത്തെ രാജസ്ഥാനിലെയും മറ്റിടത്തൊക്കെ നല്ല ക്രിസ്റ്റൽ മാർബിൾ കൊണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് വെച്ചേക്കുന്നത്. അത്രയും കോസ്റ്റ്ലിയാണ് ഇത്. പിന്നെ പറയാൻ എന്താണ് കണ്ടത്, ഞാൻ പറഞ്ഞു ചുവർ ചിത്രങ്ങൾ. ഇത് ഗ്ലാസ്സിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വൃന്ദാവനിലെ, അതായത് ശ്രീകൃഷ്ണൻ അവിടെ ഇതായതിൻ്റെ ആ വൃന്ദാവനത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, മധുര വൃന്ദാവനത്തിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം ഒരു ചുവർ ചിത്രമായിട്ട് ഗ്ലാസ്സിൽ ആലേഖനം ചെയ്ത് ബ്ലൂ പ്രിൻറ്റ് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ അവരെ ഫൗണ്ടേഷൻ സെറിമണി അങ്ങനത്തെ കാര്യം. ഇത് ബാക്ക് സൈഡിലാണ്, അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് മെയിൻ ഗ്രഹത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചെറിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളൊരു 3 വല അത് ഇങ്ങനെ വരാറുണ്ട്, അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഫോട്ടോ എടുത്താണ്.